നമസ്കാരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പരിപൂർണമായും നിഷ്ക്രിയമാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, എനിക്കും പറയേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞതല്ല. ഭരണം എന്നത് ചലിക്കുന്ന യന്ത്രമാണ്, എപ്പോഴും ചലിക്കുന്ന യന്ത്രമാണ്. അത് എണ്ണയിട്ട യന്ത്രം ചലിക്കുന്നത് പോലെ എപ്പോഴും ചലിക്കേണ്ടതാണ് എന്നാണ് വായ്പ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി സർക്കാരിൻ്റെ യന്ത്രം അത്ര കാര്യമായിട്ട് ചലിക്കുന്നില്ല എന്നതാണ് കാണുന്നത്. അത് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർക്കും അവർക്ക് യാത്ര നടത്താനും PR വർക്കുകൾ നടത്താനും മറ്റും ചില രാഷ്ട്രീയ പാർട്ടികളെ അധിക്ഷേപിക്കാനും മാത്രമാണ് സമയം, അടിച്ച ഒതുക്കാനും മാത്രമാണ് സമയം. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ഭരണയന്ത്രത്തെ വേണ്ട വിധത്തിൽ തിരിച്ച് നിയന്ത്രിക്കാനോ കഴിയാതെ പോയിരിക്കുന്നു എന്നത് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരോഗ്യ വകുപ്പിൻ്റെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ആരോഗ്യ വകുപ്പിൽ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള മരുന്ന്, അതായത് പ്രഷറിനും അതുപോലെ ഡയബറ്റിക്കിനും സാധാരണക്കാർക്ക് കൊടുക്കുന്ന മരുന്നുകൾ പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഭരണചക്രം കാര്യമായി ഭരണം നിയന്ത്രിക്കുന്നവർ കാര്യമായി ഭരണകാര്യങ്ങളിൽ ഇടപെടാത്തത് കൊണ്ടാണ്. കാരണം ആശുപത്രികളിലേക്ക് മരുന്ന് തീരുന്നത് വളരെ നേരത്തെ തന്നെ അറിയുന്നതാണ്. കാരണം എത്രമാത്രം മരുന്ന് സ്റ്റോക്ക് ഉണ്ടെന്നും അതനുസരിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായിട്ടും തലപ്പത്തേക്ക് അറിയിക്കുന്നതാണ്. പക്ഷേ ഭരണത്തലപ്പ് അത് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല എന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അത് യന്ത്രം ചലിക്കാത്തതിൻ്റെ ഒരു ചലിപ്പിക്കുന്നവരുടെ ഒരു കാര്യക്ഷമത ഇല്ലായ്മയാണ്, ഒരു മെല്ലെ പോക്കാണ് എന്ന് നമുക്ക് കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ മരുന്നില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നത്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും, അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സർക്കാരിനെ തിരഞ്ഞെടുത്ത് നമ്മുടെ ആ ചുമതല അവരെ മേൽ ചുമതല ഏൽപ്പിക്കുന്നത്. എങ്ങനെ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ വിധം പ്രയോജനകരമായി, ജനങ്ങൾക്ക് പ്രയോജനമായി ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന കടമ. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നതാണ്. അതായത് ഇപ്പോൾ അവസാനം വന്ന ഒരു വാർത്ത നമ്മൾ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാമൂഹ്യക്ഷേമ വകുപ്പ്, എല്ലാ വകുപ്പുകളും ഞാൻ നേരത്തെ ആരോഗ്യ വകുപ്പായിരുന്നാലും മറ്റെല്ലാ വകുപ്പായിരുന്നാലും യഥാസമയം കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നതാണ് സത്യമാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് പോലും അവരുടെ വകുപ്പിൽ നടക്കുന്ന ഒരു സംഭവം അവർ അറിഞ്ഞിട്ടില്ല എന്നതാണ്. അവിടെ ഈ ഭിന്നശേഷി കമ്മീഷണറുടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഭിന്നശേഷി വകുപ്പില് പ്രത്യേകിച്ചും ഭിന്നശേഷി കമ്മീഷണർ, ആ ഭിന്നശേഷി കമ്മീഷണറുടെ കാലാവധി കഴിഞ്ഞു ഈ ശനിയാഴ്ച കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിയുന്നതിന് മുമ്പ് പുതിയ കമ്മീഷണറെ നിയമിക്കണം. അതിനുള്ള ചട്ടവട്ടങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും ആരംഭിക്കണം. അതാണ് ഒരു സർക്കാരിൻ്റെ ഭരണയന്ത്രം എങ്ങനെ കറക്റ്റായിട്ട് ചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഭിന്നശേഷി വകുപ്പ് അല്ലെങ്കിൽ ഭിന്നശേഷി കമ്മീഷണറുടെ കാലാവധി കഴിഞ്ഞിട്ടും ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഇതിന്മേൽ ഒരു നടപടിയും എടുത്തില്ല. 6 മാസം മുമ്പ് തന്നെ, കാലാവധി കഴിയുന്നതിന് 6 മാസം മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ നടത്തുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്ന അതിന് തൊട്ട് മുമ്പ് തന്നെ പുതിയ കമ്മീഷണറെ നിശ്ചയിക്കണം. ഇദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിനകത്ത് തന്നെ പുതിയ കമ്മീഷണർ സ്ഥാനമേൽക്കണം. കാരണം കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, വിവരാവകാശ കമ്മീഷണർ പോസ്റ്റ് ഇങ്ങനെ കാലി ഒരിക്കലും ഇടരുത് എന്ന് കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്മീഷണറുടെ പോസ്റ്റ് എപ്പോഴും സജീവമായിരിക്കണം. അപ്പൊ അത്ര വളരെ പ്രാധാന്യമുള്ള ഒരു വകുപ്പിൽ ഒരു പദവിയിൽ, അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ഒരു പദവിയിൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സർക്കാർ എന്താണ്? ഇപ്പൊ 37(2) ചട്ടപ്രകാരം പുതിയ കമ്മീഷണർക്ക് താൽക്കാലിക കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് ഉത്തരവ് സാമൂഹ്യക്ഷേമ വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് പോലും ചട്ടവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ വരുന്ന അവസ്ഥ. കാരണം 37(2) ചട്ടം എന്ന് പറയുന്നത് ഈ കമ്മീഷണർക്ക് കാലാവധി നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക കാലാവധി നീട്ടിക്കൊടുക്കലല്ല ചട്ടം പറയുന്നത്.
ആ ചട്ടം അനുസരിച്ച് കാലാവധി നീട്ടിക്കൊടുക്കുമ്പോൾ 2 വർഷവും അല്ലെങ്കിൽ 2 വർഷം വരെ അയാളെ കാലാവധി നീട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാവുമെങ്കിൽ അതിനു മുമ്പേ കാലാവധി കഴിയണം. ഇതാണ് 37(2) എന്നൊരു ചട്ടം പറയുന്നത്. ആ ചട്ടം പോലും, അങ്ങനെ ഒരു ഉത്തരവ് ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇറക്കിയപ്പോൾ ചട്ടം പോലും ലംഘിച്ചുകൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. 38 എന്ന ആ ചട്ടം അനുസരിച്ചാണ് ഉത്തരവ് ഇറക്കേണ്ടിയിരുന്നത്. ഇനിയിപ്പോ ചട്ടം തിരുത്തി ഉത്തരവിറക്കാൻ ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് ശ്രമിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു സർക്കാർ എന്തുമാത്രം പരാജയമാണ്, നിഷ്ക്രിയമാണ്, കാര്യങ്ങൾ യഥാസമയം യഥാമത്തെ രീതിയിൽ ചെയ്യുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യപത്രം കൂടിയാണ് ഈ നമ്മുടെ ഭിന്നശേഷി കമ്മീഷണറുടെ പോസ്റ്റ് വീണ്ടും ഉത്തരവിറക്കിയതിലൂടെ നമ്മൾ കാണുന്നത്.